പ്രൊട്ടസ്റ്റ് നടത്തുക എന്നുള്ളത് പൗരൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ ലാത്തി ഉപയോഗിച്ച് തല്ലുക, പൂച്ചട്ടി ഉപയോഗിച്ച് തലക്കടിച്ചിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്ന രീതിയിൽ ശൈലിയിലുള്ള ഭരണാധികാരികൾ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. മന്ത്രി വീണ ജോർജിന് പരിക്കുണ്ടോ ഇല്ല, അവർ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാദത്തിന് ഞാനില്ല. അവർക്ക് പരിക്കുണ്ടാവും. ആ പരിക്ക് എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ, ഒന്ന് വീണ ജോർജ് 40കളുടെ അവസാനത്തിലുള്ളൊരു മന്ത്രിയാണ്. അപ്പോൾ ആ പ്രായത്തിലുള്ള ഒരാളെ സംബന്ധിച്ച് സ്ഥിരമായി ഫിറ്റ്നസ് ഇല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഒലച്ചിലിൽ ശരീരം ഇളകുമ്പോഴൊക്കെ കഴുത്തിനോ കശേരുക്കൾക്കൊക്കെ ചെറിയ ക്ഷതം സംഭവിക്കാം, കഴുത്തുളുക്കുകയൊക്കെ ചെയ്യാം. നേരത്തെ അവർക്ക് അത്തരത്തിലുള്ള ആഘാതം, അവർ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ തൻ്റെ ഗൺമാൻ അവർ ആയുധം ഉപയോഗിച്ച് തങ്ങളെ ആക്രമിച്ചു എന്നും പരാതി കൊടുക്കുമ്പോൾ അത് തടയേണ്ട മന്ത്രി എന്തിനാണ് അതങ്ങനെ സമ്മതിച്ചു കൊടുത്തത്? അതിനുശേഷം ദിവസങ്ങളോളം മെഡിക്കൽ കോളേജിൽ നിന്ന് പുലർച്ചെ അവർ കാറിൽ ICUവിൽ കിടന്ന മന്ത്രി കാറിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ദിവസങ്ങളോളം മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ചോദിക്കുകയോ ചെയ്യുമ്പോഴും CPMൻ്റെ നേതാക്കളാവട്ടെ, മന്ത്രി വീണ ജോർജ് തന്നെയാകട്ടെ, ദുരൂഹമായ മൗനം പാലിച്ചുകൊണ്ട് അവരൊരു വിക്ടിമായി കാണിക്കുകയും ഇവരെ ആക്രമിച്ച് കൊല്ലാൻ വന്ന ആൾക്കാരായിട്ട് ഈ കേസുവിൻ്റെ പ്രവർത്തകരെ ചിത്രീകരിക്കുകയും ചെയ്തു. ഇതൊന്നും മാത്രമല്ല, അത് ആ പ്രൊട്ടസ്റ്റിൽ പങ്കാളിയായ ഒരാളുടെ വീട് ആക്രമിക്കപ്പെട്ടു വടകരയിൽ. അപ്പോൾ അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഒരുതരം ഭരണകൂട ഭീകരത തന്നെയാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ തുറുങ്കിലടക്കുക, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ വധശ്രമത്തിന് കേസെടുത്ത് റിമാൻഡ് ചെയ്യുക, ഇതൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഭരണകൂട ഭീകരത തന്നെയാണ്. ഇത് ഏത് സർക്കാരിൻ്റെ കാലത്തും അനുവദിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഇപ്പോൾ LDF ഭരിക്കുമ്പോൾ മാത്രമല്ല, നാളെ വേറൊരു സർക്കാർ വരുവാണ്, അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം പ്രൊട്ടസ്റ്റ് നടത്തുക എന്നുള്ളത് പൗരൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ ലാത്തി ഉപയോഗിച്ച് തല്ലുക, പൂച്ചട്ടി ഉപയോഗിച്ച് തലക്കടിച്ചിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്ന രീതിയിൽ ശൈലിയിലുള്ള ഭരണാധികാരികൾ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അത് തെരഞ്ഞെടുപ്പിലാകാം, അല്ലാതെയാകാം, ചോദ്യം ചെയ്യപ്പെടും. കാരണം മലയാളികളുടെ ഒരു എന്താ പറയുക, സൈക്കിയിൽ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഉൾച്ചേർന്നതാണ്. മലയാളി സമൂഹം ഉണ്ടായത് തന്നെ ദീർഘനാൾ നീണ്ട പ്രൊട്ടസ്റ്റിലൂടെയാണ്. ആധുനിക കേരളം രൂപപ്പെടുത്തിയ സമരങ്ങളാണ്, പ്രതിഷേധങ്ങളാണ്, ഭരണകൂടത്തിനെതിരായ സമരങ്ങളാണ്. അപ്പോൾ അങ്ങനെ രൂപപ്പെടുത്തിയ ഒരു സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്താൽ ഞങ്ങൾ പൂച്ചട്ടി കൊണ്ട് തലക്കടിക്കും, അതിൻ്റെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കും, കരിങ്കൊടി കാണിച്ചാൽ ഞങ്ങൾ വധശ്രമത്തിന് കേസെടുത്ത് ജയിലിലിടും എന്നൊക്കെ പറഞ്ഞാൽ ജനം അവരെ എന്ത് രീതിയിൽ കാണുമെന്നുള്ളത് ഒരു പക്ഷേ മെയ് 4-ാം തീയതിക്ക് ശേഷം അറിയാൻ പറ്റും.